നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 2023, 24, 25 വർഷങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സാണ്. അപ്പോൾ അതിൽ 2023ലെയും 24ലെയും പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, അങ്ങനത്തുള്ള ടോപ്പിക്കും 2025ലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ ഉൾപ്പെടെയുള്ള കണ്ടന്റാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലാസ്സിൻ്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. ഇതിൻ്റെ PDF നോട്ട് പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിലും റെഗുലർ ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം രാത്രി 9 മണിക്ക് ഈ ക്ലാസ്സിൻ്റെ ഈ നോട്ട്സിൻ്റെ എക്സാം സൗജന്യമായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ഫാക്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെല്ലാം ധാരാളം തവണ ടെലഗ്രാം വഴിയും വാട്സപ്പ് വഴിയൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. PSC ബുള്ളറ്റിൻ കണ്ടന്റ് അവർക്ക് കൊടുക്കണം. അപ്പം അതുകൊണ്ട് തന്നെ PSC ബുള്ളറ്റിനിലെ പ്രധാനപ്പെട്ട വസ്തുതകളും പ്രധാനപ്പെട്ട ഡെയിലി കറണ്ട് അഫേഴ്സും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഫാക്റ്റുകളും മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ചോദ്യം കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇന്ന് നടന്ന പ്രധാനപ്പെട്ട 2025 ജൂൺ 19 ധാരാളം പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ജൂൺ 19 എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഒരു ആനുകാലിക വാർത്തയാണല്ലോ. അപ്പൊ കറണ്ട് അഫേഴ്സ് പഠിക്കുമ്പം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ സംശയമാണ്, എങ്ങനെയാണ് കറണ്ട് അഫേഴ്സ് പഠിക്കേണ്ടത്? കറണ്ട് അഫേഴ്സ് പഠിക്കേണ്ടത് ഇന്നത്തെ എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുമോ, ഇന്ന് എന്തൊക്കെയാണ് കറണ്ട് അഫേഴ്സിൽ നടന്നിട്ടുള്ളത്, പ്രധാനപ്പെട്ട ഏതൊക്കെ അപ്ഡേഷനുകൾ, പ്രധാനപ്പെട്ട നിയമനങ്ങൾ, പ്രധാനപ്പെട്ട ഏതെങ്കിലും രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതോ ഏതെങ്കിലും പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഇന്നോ ഇന്നലെയോ നടന്നിട്ടുണ്ടെങ്കിൽ അത് ആദ്യം എന്ത് ചെയ്യണം, വായിച്ച് അപ്ഡേറ്റ് ചെയ്യണം. അതിനുശേഷമേ പഴയതിലേക്ക് പോകാമോ. കറണ്ട് അഫേഴ്സിന്റെ മാത്രം ഒരു പ്രത്യേകത ഇതാണ്. കറണ്ട് അഫേഴ്സ് പഠിക്കുമ്പോൾ 2023 ആദ്യം പഠിച്ച് 2025 തീർക്കാൻ വേണ്ടി ശ്രമിക്കരുത്. 2025 ഇന്നത്തെ ജൂൺ 19 എന്തെല്ലാം കറണ്ട് അഫേഴ്സ് നിങ്ങൾ വായിച്ചു അല്ലെങ്കിൽ നിങ്ങൾ എന്തെല്ലാം അപ്ഡേറ്റ് ചെയ്തു, ആ അപ്ഡേഷന് ശേഷം മാത്രമേ പിറകിലേക്ക് പോകാവൂ. അപ്പൊ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകാലിക സംഭവം ഇതാണ്. പത്രമാധ്യമങ്ങളൊക്കെ വായിച്ച പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാം. ചോദ്യം ഇതാണ്, ലുട്ടോബി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ശ്രീലങ്ക, ഓപ്ഷൻ ബി ഇന്തോനേഷ്യ, ഓപ്ഷൻ സി പാകിസ്ഥാൻ, ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. 4 ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയർ ആണല്ലോ. ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ, ഇനിയുള്ള പരീക്ഷയിൽ ചോദിക്കാം, നാളത്തെ പരീക്ഷയിൽ ചോദിച്ചു കളയും എന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ലുട്ടോബി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ശ്രീലങ്കയാണോ, ഓപ്ഷൻ ബി ഇന്തോനേഷ്യ ആണോ, ഓപ്ഷൻ സി പാകിസ്ഥാൻ ആണോ, ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ ആണോ? നിങ്ങൾ കമന്റ് ചെയ്യണം. ഒന്നാമത്തെ ചോദ്യം എന്റെ ഭാഗത്ത് നിന്ന്. രണ്ടാമത്തത് വീണ്ടും മറ്റൊരു ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ 2 മാസമായിട്ട് 3 മാസമായിട്ട് നമ്മൾ ഈ പറയുന്ന പത്രമാധ്യമങ്ങൾ വഴിയും വാർത്തകൾ വഴിയൊക്കെ കാണുന്ന ഒരു സന്ദർഭമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം. അപ്പൊ അതിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട്, ഇറാൻ എന്നറിയപ്പെടുന്ന രാജ്യവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ യുദ്ധങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയറിലെ കണ്ടന്റ് ഇതാണ്. ഇസ്രായേലിന് 3 ഇന്റലിജൻസ് സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഒന്ന് മൊസാദ്, മറ്റൊന്ന് അമൻ, മറ്റൊന്ന് ഷിൻ ബെറ്റ്. ഈ 3 ഇന്റലിജൻസ് സ്ഥാപനങ്ങൾ ഇസ്രായേലിന്റെ ആണല്ലോ. ഇതിൽ ഇസ്രായേലിന്റെ ചാര സംഘടനയുടെ പേരാണല്ലോ മൊസാദ്. ഈ മൊസാദിന്റെ ആസ്ഥാനം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേ. ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുവാണെങ്കിൽ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തു എന്നാണ് അതിനർത്ഥം. എന്നിരുന്നാലും ആൻസർ കമന്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എന്നാലും പറഞ്ഞ ആൻസർ ആയിട്ട് റിലേറ്റഡ് ഫാക്ട് ആയിട്ട് പറയുക. ലുട്ടോബി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം അത് ഇന്തോനേഷ്യ ആണ്. ദെൻ ഇസ്രായേലിന്റെ 3 ഇന്റലിജൻസ് സ്ഥാപനങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. ഒന്ന് മൊസാദ്, മറ്റൊന്ന് അമൻ, മറ്റൊന്ന് ഷിൻബെറ്റ്. ഇതിൽ ഇസ്രായേലിന്റെ ചാര സംഘടനയായിട്ടുള്ള മൊസാദിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ടെൽ അവീവ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. പറഞ്ഞല്ലോ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കറണ്ട് അഫേഴ്സ് ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അതല്ലാതെ ഈ പറയുന്ന മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് നമ്മൾ പഠിക്കുമ്പോൾ ആ കണ്ടന്റിൽ മത്സര പരീക്ഷാ ശ്രേണിയിൽ അല്ലെങ്കിൽ മത്സര പരീക്ഷാ ചോദ്യങ്ങൾ ഇടുന്ന ചോദ്യകർത്താവിന് ഒരു സൈക്കോളജി ഉണ്ട്. ആ സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി
പോകുന്നത്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ സിന്ധു എന്നാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കണ്ടന്റ് ആണ്. ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കണം. കാരണം നിങ്ങൾ എഴുതാൻ പോകുന്ന അത് ഏത് പരീക്ഷ ആയിക്കോട്ടെ, നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന 2025-ലെയോ 2026-ലെ ഒക്കെ പരീക്ഷ നിങ്ങൾ എഴുതാൻ പോകുമ്പം ഇതെല്ലാം ഗുണകരമായിട്ട് മാറും. അപ്പൊ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഓപ്പറേഷൻ സിന്ധു ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. ദെൻ ഇന്ന് 2025 ജൂൺ 19 ആണല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മത്സര പരീക്ഷയിൽ എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജൂൺ 19ന്റെ പ്രത്യേകത. അത് വായനാ ദിനമാണ്. വായനാ ദിനം ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആരുമായി ബന്ധപ്പെട്ടതാ? PN പണിക്കരുടെ സ്മൃതിയുമായി ബന്ധപ്പെട്ടതാണ് ജൂൺ 19 വായനാ ദിനം. അതൊന്ന് ഓർത്തു വെക്കണം. ഈ വായനാ ദിനത്തിൽ ഈ പറഞ്ഞ സമൂഹ മാധ്യമങ്ങൾ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയൊക്കെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. കണ്ണൂർ ജില്ലയിലെ നവപുരം മതാതീത ദേവാലയം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണൂർ ജില്ലയിൽ നൗറ എന്നറിയപ്പെട്ട കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നവപുരം മതാതീത ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഈ ദേവാലയം സ്ഥാപിച്ചത് 2021-ലാണ്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, എന്തിനാ ഈ ക്ലാസ്സിൽ ചുമ്മാതെ ഈ പറഞ്ഞ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ദേവാലയത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്? ഇത് സമൂഹ മാധ്യമങ്ങൾ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയൊക്കെ വളരെ പ്രചാരത്തിലുള്ള ഒരു ദേവാലയമാണ് നവപുരം മതാതീത ദേവാലയം. അതായത് അവിടുത്തെ ദേവൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ ആ ദേവാലയത്തിലെ ആരാധനമൂർത്തി എന്നൊക്കെയാണല്ലോ നമ്മൾ ആരാധനാലയ കേന്ദ്രത്തിന്റെ മൂർത്തിയായിട്ട് കൺസിഡർ ചെയ്യുന്നത് ദൈവമാണ്. അവിടെ വരുന്ന ആളുകൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? പുസ്തകത്തെയാണ്. അവിടുത്തെ ദൈവം പുസ്തകമാണ്. അവിടെ കാണിക്കയായിട്ട് ഈ ഭക്തജനങ്ങൾ വരുന്നു, തൊഴുന്നു. അതിനുശേഷം കൊടുക്കുന്നത് പുസ്തകങ്ങളായിരിക്കും. വാങ്ങുന്നത് പ്രസാദമായിട്ട് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? പുസ്തകങ്ങൾ തന്നെയായിരിക്കും. അങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങൾ വഴിയും ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഈ പറയുന്ന പത്രമാധ്യമങ്ങൾ വഴിയൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ക്ഷേത്രത്തിന്റെ പേരാണ് നവപുരം മതാതീത ദേവാലയം. അത് ഞാൻ പറയാനുള്ള കാരണം ഇന്ന് 2025 ജൂൺ 19 വായനാ ദിനമായതിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അതും ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ എന്ന ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതാണല്ലോ പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് രണ്ട് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻ ഉണ്ട്. ഒന്ന്, ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായിട്ടും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്, ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. അപ്പൊ രാജ്യത്തെ ഇന്ത്യ മഹാരാജ്യത്ത് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശവുമുള്ള ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഏതെന്ന് ചോദിച്ചാൽ അത് പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രശസ്ത ആസ്ട്രേലിയൻ മൃഗശാല ഡിസൈനറായ ജോൺ കോയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ അക്കാദമി പുരസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മൾ കണ്ടു കാണും. കാണാത്തവർ ഇതും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായ വ്യക്തിത്വം അഖിൽ പി ധർമ്മജനാണ്. അദ്ദേഹം എഴുതിയ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ എഴുതിയ അഖിൽ പി ധർമ്മജനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. ഇത് 2 ആഴ്ചയായില്ല, 3 ആഴ്ചയായില്ല, 1 മാസമായില്ല. ഇന്നലത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻ ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അടുത്തത്, ഈ പറഞ്ഞ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അത് ശ്രീജിത്ത് മൂത്തേടത്ത് എന്നറിയപ്പെടുന്ന വ്യക്തി എഴുതിയ നോവലാണ് പെൻഗിനുകളുടെ വൻകരയിൽ എന്ന കുട്ടികളുടെ നോവൽ എഴുതിയ ശ്രീജിത്ത് മൂത്തേടത്താണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. അപ്പൊ 2 പുരസ്കാരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇവരുടെ 2 നോവലുകൾ, ഈ പറയുന്ന അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഈ പറഞ്ഞ ശ്രീജിത്ത് മൂത്തേടത്ത് എഴുതിയ പെൻഗിനുകളുടെ വൻകരയിൽ എന്ന നോവൽ കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അത് 2025 ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ആവർത്തിക്കുന്നു, കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത് 2020 കറണ്ട് അഫയേഴ്സ്, 2022 കറണ്ട് അഫയേഴ്സ് ആദ്യം തീർക്കുക.
തീർക്കട്ടല്ല, അല്ലെങ്കിൽ 2023 കറണ്ട് അഫയേഴ്സ് ആദ്യം തീർത്തിട്ടല്ല, മറിച്ച് 2025 ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ 2025 ജൂൺ മാസം 19, 18 തീയതികളിൽ എന്തെല്ലാം കറണ്ട് അഫയേഴ്സ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അത് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ പഴയതിലേക്ക് പോകാവൂ. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് 2025 പ്രഖ്യാപിച്ച സാഹിത്യ നൊബേൽ പുരസ്കാരം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്കറിയാവുന്നതാണ്. 2025 സാഹിത്യ നൊബേൽ പുരസ്കാര ജേതാവ് അത് ഹാൻഗങ് ആണ്. സൗത്ത് കൊറിയയിലെ ഹാൻഗങ് ആണ് 2025 സാഹിത്യ നൊബേൽ പുരസ്കാരം നേടിയത്. ഈ സാഹിത്യ നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഹാൻഗങ് ആണല്ലോ. അപ്പൊ നമ്മൾ എല്ലാവരും പഠിക്കുന്ന ഒരു വ്യക്തിത്വമാണ് രവീന്ദ്രനാഥ ടാഗോർ. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? സാഹിത്യ നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ. ഇത് സാഹിത്യ നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഹാൻഗങ് ആണ്, സൗത്ത് കൊറിയക്കാരിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടിയുണ്ട്. സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന 18ാമത് വനിത ആരെന്ന് ചോദിച്ചാലും അതിനുത്തരം ആര് തന്നെ? ഈ പറഞ്ഞ ഹാൻഗങ് തന്നെ. അപ്പൊ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് അല്ല, ഇത് ഇന്നലത്തെ കറണ്ട് അഫയേഴ്സ് അല്ല, 2025 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഉറപ്പായും ചോദ്യ സാധ്യത ഉള്ള ഒരു മേഖലയാണ് നൊബേൽ പുരസ്കാരം. നൊബേൽ പുരസ്കാരം സാഹിത്യ നൊബേൽ മാത്രമല്ല, ഈ പറഞ്ഞ സമാധാന നൊബേൽ മാത്രമല്ല, എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നൊബേൽ പുരസ്കാരം. ധാരാളം കണ്ടന്റ് ഉണ്ട്. ഈ പറഞ്ഞ ഫിസിക്സിലെ നൊബേൽ പുരസ്കാരം, കെമിസ്ട്രിയിലെ നൊബേൽ പുരസ്കാരം എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ സാഹിത്യ നൊബേൽ പുരസ്കാരം. ഒന്ന് നോട്ട് ചെയ്തേക്കണം. സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന 18ാമത്തെ വനിതയും സാഹിത്യ നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ വനിതയാരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ആരാണ്? അത് ഹാൻഗങ് ആണ്. ഇനി പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ഹാൻഗങ്ങിന്റെ പ്രധാനപ്പെട്ട നോവലാണ് ദി വെജിറ്റേറിയൻ. 2007 ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഈ ദി വെജിറ്റേറിയൻ എന്നറിയപ്പെടുന്ന ഹാൻഗങ്ങിന്റെ പ്രധാനപ്പെട്ട നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരെന്ന് ചോദിച്ചാൽ അത് CV ബാലകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ, അതായത് ഹാൻഗങ്ങിന്റെ പ്രധാനപ്പെട്ട നോവലായ ദി വെജിറ്റേറിയൻ എന്ന നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് CV ബാലകൃഷ്ണൻ. ധാരാളം പ്രത്യേകതയുണ്ട് ഈ പറയുന്ന ദി വെജിറ്റേറിയൻ എന്നറിയപ്പെടുന്ന നോവലിന്. ഇനി ഈ പറഞ്ഞ ഹാൻഗങ്ങിന്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികൾ കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഒന്ന് ദി വൈറ്റ് ബുക്ക്, ഹാൻഗങ്ങിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. ബേബി ബുദ്ധ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്രീക്ക് ലെസൺസ്, ബ്ലാക്ക് ഡിയർ, ഈ പറയുന്ന 4 കൃതികളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഹാൻഗങ്ങിനെ സംബന്ധിച്ചിടത്തോളം. പ്രധാന കൃതികൾ ദി വൈറ്റ് ബുക്ക് ഉണ്ട്, ബേബി ബുദ്ധയുണ്ട്, ഗ്രീക്ക് ലെസൺസ് ഉണ്ട്, ബ്ലാക്ക് ഡിയർ ഉണ്ട്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ 2025 സാഹിത്യ നൊബേൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ടത്. അടുത്തത് 2025 സാഹിത്യ നൊബേൽ പുരസ്കാരം പഠിക്കുന്ന അതേ സമയത്ത് മറ്റു നൊബേൽ പുരസ്കാരങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. സമാധാന നൊബേൽ പുരസ്കാരം കൂടി ഒന്ന് പഠിക്കണം. 2025 സമാധാന നൊബേൽ ലഭിച്ചത് നിഹോൺ ഹിഡൻഗ്യോ, ജപ്പാനിലെ സംഘടനയായ നിഹോൺ ഹിഡൻഗ്യോയ്ക്കാണ് സമാധാന നൊബേൽ പുരസ്കാരം കിട്ടുന്നത്. ഈ സംഘടന 1956 ഓഗസ്റ്റ് 10 രൂപീകരിക്കുന്നത്. ഈ സംഘടനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട്. ഹിബാകുഷ, ജപ്പാനിലെ ഹിബാകുഷകളുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി രൂപീകൃതമായ 1956 ഓഗസ്റ്റ് 10 രൂപീകരിച്ച സംഘടനയുടെ പേരാണ് എന്ത്? നിഹോൺ ഹിഡാൻഗ്യോ. അപ്പൊ എന്താ ഈ ഹിബാകുഷ എന്നറിയപ്പെടുന്നത്? നിങ്ങൾ നോക്കിയാൽ മതി. മുൻകാല വർഷങ്ങളിലെ മുഴുവൻ മത്സര പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് അല്ലെങ്കിൽ ആരാണ് ഹിബാകുഷ? അതായത് ഹിരോഷിമ, നാഗസാക്കി എന്നിവിടങ്ങളിലെ രക്തസാക്ഷികളെ അറിയപ്പെടുന്നത്. അവിടെ 1ാം ലോക മഹായുദ്ധത്തിലും ഈ പറഞ്ഞ 2ാം ലോക മഹായുദ്ധം ഒക്കെ നമ്മൾ വായിക്കുന്നതാ. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇപ്പോഴും ജീവിക്കുന്ന ഈ പറയുന്ന അണുബോംബ് വർഷത്തിന്റെ ഈ പറയുന്ന നെഗറ്റീവ് ഇപ്പോഴും ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വ്യക്തികളെ അല്ലെങ്കിൽ ആ ഒരു ജനങ്ങളുടെ കൂട്ടായ്മയെ അല്ലെങ്കിൽ ജനങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ഹിബാകുഷ എന്നറിയപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത്, അപ്പൊ 2025 സമാധാന നൊബേൽ ലഭിച്ച നിഹോൺ ഹിഡൻഗ്യോയുടെ ലോഗോ ചോദിച്ചാൽ അത് കടലാസ് കൊക്കാണ് അതിന്റെ ലോഗോ. ആ സംഘടനയുടെ ലോഗോ ഒന്ന് ഓർത്തു വെക്കണം. ജപ്പാനിലെ സംഘടനയാണെന്ന് ഓർത്തു വെക്കണം. രൂപീകരിക്കുന്നത് 1956 ഓഗസ്റ്റ് 10. അപ്പം 2025 നൊബേൽ പുരസ്കാരങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും. അത് മറ്റു പുരസ്കാരങ്ങൾ കൂടി ഉണ്ട്, അത് നമ്മൾ പറഞ്ഞോളാം. ഇപ്പൊ ഈ 2 പുരസ്കാരങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം, അത് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന ആനുകാലിക വിവരങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ് കായിക മേഖല, സ്പോർട്സുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട മേഖല. അത് പരീക്ഷയ്ക്ക് ഉറപ്പായി ചോദിക്കുന്ന ഒരു ചോദ്യസാധ്യതാ മേഖലയാണ്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി പുരസ്കാരവുമായി ബന്ധപ്പെട്ട്, ക്രിക്കറ്റ് ICC ചാമ്പ്യൻസ് ട്രോഫി പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഇത് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയത് ഇന്ത്യയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഫൈനല് ആരെയാണ് പരാജയപ്പെടുത്തിയത്? ന്യൂസിലൻഡിനെയാണ് പരാജയപ്പെടുത്തുന്നത്. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. 2025 ഈ ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് അല്ലെങ്കിൽ ആ കിരീടം നേടിയതോടുകൂടി ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ രാജ്യം എന്ന ലേബൽ ആർക്കായി? ഇന്ത്യക്കാണ്. ഇന്ത്യ മഹാരാജ്യത്തെന്നല്ല നമ്മൾ പറയുന്നത്, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ രാജ്യം ഇന്ത്യ. 3 തവണയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയിട്ടുള്ളത്. ഒന്ന് 2002, മറ്റൊന്ന് 2013, ഇപ്പൊ 2025 ഏറ്റവും ലേറ്റസ്റ്റ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ 2029 ICC ചാമ്പ്യൻസ് ട്രോഫി വേദി കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കണം. 2029 ICC ചാമ്പ്യൻസ് ട്രോഫി വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ. അപ്പൊ 2025 ICC ചാമ്പ്യൻസ് ട്രോഫി വിജയി ആരാണ്, അല്ലെങ്കിൽ കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. 2029 ICC ചാമ്പ്യൻസ് ട്രോഫി വേദി എവിടെയാ? അത് ഇന്ത്യ. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും 2025 ICC ചാമ്പ്യൻസ് ട്രോഫി വേദി എവിടെയാ? അത് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി വേദിയായ രാജ്യം അത് പാകിസ്ഥാനാണ്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഇന്ത്യയുമായി ബന്ധപ്പെട്ട മത്സരങ്ങളെല്ലാം ഈ പറഞ്ഞ 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ പോലും എവിടെ അല്ലായിരുന്നു? പാകിസ്ഥാനിലല്ലായിരുന്നു. ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം നടന്നത് അത് UAE-യിലായിരുന്നു. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഓക്കെ. അപ്പൊ ICC ചാമ്പ്യൻസ് ട്രോഫി 2025 പുരസ്കാരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ ഉറപ്പായും നിങ്ങൾ മാത്രം എഴുതാതിരിക്കരുത്, ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്ന് റെഗുലർ ബാച്ചിലും കോമൺ ടെലഗ്രാം ഗ്രൂപ്പിലുമുള്ള പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പഠിക്കേണ്ടത് ഈ വീഡിയോ ക്ലാസ് കാണണം, ഇതിന്റെ PDF നോട്ട് പഠിക്കണം. അതിനുശേഷം ഇന്ന് റെഗുലർ ബാച്ചിൽ എന്തൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ, എന്തൊക്കെ ക്ലാസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ, എന്തൊക്കെ മാജിക് മന്ത്ര നോട്ട് എല്ലാം തന്നിട്ടുണ്ടോ, അതെല്ലാം കൃത്യമായി വായിച്ച് റിവൈസ് ചെയ്ത് രാത്രി 9 മണിക്ക് കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റെഗുലർ ബാച്ചിൽ അപ്ലോഡ് ചെയ്യുന്ന പരീക്ഷ മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യണം. ഒരു കാര്യം കൂടെ ആവർത്തിക്കുന്നു, ഇന്നത്തെ പത്രവാർത്തകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി എന്ത് ചെയ്യണം? വായിച്ച് നിങ്ങളുടെ വായനയിൽ ഉൾപ്പെടുത്തി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഈ ക്ലാസ് കാണുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും പുതിയ റെഗുലർ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ 9072728242 നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വിയോഗങ്ങൾ. നമുക്കറിയാം രത്തൻ ടാറ്റ പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ്. അങ്ങനെ ഒത്തിരി വ്യക്തികളുടെ വിയോഗങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ 100ൽ 100% ഉറപ്പായും ചോദ്യസാധ്യതയുള്ള ഒരു വ്യക്തിത്വമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം 2025 ഏപ്രിൽ 21 അന്തരിക്കുകയുണ്ടായി. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഏപ്രിൽ മാസം ഇല്ലയോ, ഇപ്പൊ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അച്ചടിച്ച് കാണും, ഇത് പഠിക്കണോ? പഠിച്ചെന്നും പറഞ്ഞ് ഒരു കുഴപ്പമില്ല. നമ്മൾ എഴുതാൻ പോകുന്ന എല്ലാ മത്സര പരീക്ഷയും ഗുണകരമായിട്ട് മാറും. ഇപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിക്കുന്നത് 2025 ഏപ്രിൽ 21. ഇനി ഒരു ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഈ ക്ലാസ് കാണുന്ന നിങ്ങളിൽ ഒരാളാണ് ചോദ്യകർത്താവ്. പബ്ലിക് സർവീസ് കമ്മീഷന്റെ അല്ലെങ്കിൽ KPSC കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒരു പരീക്ഷയുടെ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ നിങ്ങളെ ചുമതലപ്പെടുത്തിയെങ്കിൽ നിങ്ങൾ എന്തൊക്കെ സൈക്കോ ക്വസ്റ്റ്യനുകൾ ഇടും? ആ ക്വസ്റ്റ്യനുകൾ ഒന്ന് പരിശോധിച്ചാൽ മതി. ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ച ഡേറ്റ് നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുന്നില്ല. ബാക്കിയുള്ള കണ്ടന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യഥാർത്ഥ പേരെന്താണ്? അത് ജോർജ് മാരിയോ ബെർഗോളിയോ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യഥാർത്ഥ പേര്. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ 266ാമത്തെ മാർപ്പാപ്പയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 ഏപ്രിൽ 21 അന്തരിക്കുന്നു. പുതിയ മാർപ്പാപ്പ അധികാരത്തിലേറിയല്ലോ, അല്ലെങ്കിൽ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തല്ലോ, അദ്ദേഹം 267ാമത്തെ മാർപ്പാപ്പയായിരിക്കും. അപ്പൊ യഥാർത്ഥ പേര് ജോർജ് മാരിയോ ബെർഗോളിയാണ്. ആ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു വാക്യമുണ്ട്, എൻ്റെ ആളുകൾ ദരിദ്രരാണ്, ഞാനും അവരിൽ ഒരാളാണ്. എൻ്റെ ആളുകൾ ദരിദ്രരാണ്, ഞാനും അവരിൽ ഒരാളാണ് എന്ന വാക്യം പറഞ്ഞത് ആരാണ്? അത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഈ ലോകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനും നിങ്ങളൊക്കെ ഈ ജീവിക്കുന്ന ഈ ഭൂമിയിൽ 2 വിഭാഗമേ ഉള്ളൂ എന്നാ പറയുന്നത്. കോമൺ ആയിട്ട് നമ്മൾ സൈക്കോളജിയോ അല്ലെങ്കിൽ ഫിലോസഫിയോ ഒന്നും പറയുന്നില്ല, ഉള്ളവനും ഇല്ലാത്തവനും. ചിന്തിച്ചു നോക്കിയേ, സമ്പത്തുള്ളവനും ഉണ്ട്, സമ്പത്തില്ലാത്തവനും ഉണ്ട്. വിവേകമുള്ള
ഉള്ളവനും ഉണ്ട്, വിവേകം ഇല്ലാത്തവനും ഉണ്ട്. അപ്പം ഉള്ളവനും ഇല്ലാത്തവനും ഉള്ള ലോകമാണ് ഈ ഭൂമി. അപ്പൊ നമുക്ക് വേണ്ടത് എൻ്റെ ആളുകൾ ദരിദ്രരാണ്, ഞാനും അവരിൽ ഒരാളാണ് എന്ന വാക്യം പറഞ്ഞത് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ജോർജ് മാരിയോ ബെർഗോളിയോ എന്നാണ്. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര് ഹോപ്പ് എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ധാരാളം പ്രത്യേകതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് G7 ഉച്ചകോടി അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആദ്യ മാർപ്പാപ്പ ഏതെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. G8 അല്ല, G7 ഉച്ചകോടി അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആദ്യ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് നമ്മൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയുടെ ഒരു ഡെപ്ത് കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രധാനപ്പെട്ട ഒരു ഡെപ്ത് അല്ലെങ്കിൽ കടുപ്പം കൂടുതലാണെന്നിരിക്കട്ടെ എങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒന്ന്, ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന പുസ്തകം എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഗോഡ് ഈസ് യങ്, എ ഗിഫ്റ്റ് ഓഫ് ജോയ് ആൻഡ് ഹോപ്പ്, ഷെയറിംഗ് ദ വിസ്ഡം ഓഫ് ടൈം, ബ്യൂട്ടിഫുൾ മേഴ്സി, ബ്യൂട്ടിഫുൾ ഹോപ്പ്, ലെറ്റ് us ഡ്രീം, ദി പാത്ത് ടു എ ബെറ്റർ എന്നീ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഉറപ്പിച്ചോ, ഇത് ചോദിച്ചിരിക്കും. 2025 റിപ്പബ്ലിക് ദിനാഘോഷം. മുൻകാല വർഷങ്ങളിലെ മുഴുവൻ ചോദ്യങ്ങളിൽ 2024 റിപ്പബ്ലിക് ദിനാഘോഷം, 2023 റിപ്പബ്ലിക് ദിനാഘോഷം ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2023 22 റിപ്പബ്ലിക് ദിനാഘോഷം അല്ല പഠിക്കേണ്ടത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 റിപ്പബ്ലിക് ദിനാഘോഷമാണ് ഈ വർഷം മൊത്തവും ചോദ്യ സാധ്യതയുള്ളത്. 2025 76ാമത് റിപ്പബ്ലിക് ദിനമാണ് 2025 ആഘോഷിച്ചത്. മുഖ്യ അതിഥി ആരാണെന്ന് ചോദിച്ചാൽ പ്രഭാവോ സുബിയാന്തയാണ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രഭാവോ സുബിയാന്ത. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ചോദ്യാർത്ഥം ഇങ്ങനെയാണ് ചോദിക്കുന്നത്: 2025 റിപ്പബ്ലിക് ദിനാഘോഷ മുഖ്യാതിഥിയായ പ്രഭാവോ സുബിയാന്ത ഏത് രാജ്യത്തെ ഭരണാധികാരിയാണ്? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ അത് സുവർണ ഭാരതം, പാരമ്പര്യവും വികസനവും എന്നാണ് 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പ്രമേയമായിട്ട് കരുതപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ അല്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവ് രാജൻ രാജമണ്ണാൻ. അവിടെ ഒരു ചോദ്യമുണ്ട്. ഇടുക്കി കോഴിമല കേന്ദ്രമായ മണ്ണാൻ ഗോത്ര സമൂഹത്തിലെ രാജാവ്. കേരളത്തിലെ ആദിവാസികൾ എന്നറിയപ്പെടുന്ന ഏരിയയിൽ നിന്ന് ഒത്തിരി തവണ പരീക്ഷാ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ എല്ലാ പരീക്ഷ എടുത്തോ ആ പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കുന്ന കേരളത്തിലെ ആദിവാസി വിഭാഗ കലാപമാണ് കുറിച്യർ കലാപം. 1812 നടത്തിയ കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാത്ത മത്സര പരീക്ഷ വിരളമാണ്. അതുകൊണ്ട് തന്നെ അത് ഒന്ന് ഓർത്തു വെക്കണം. അത് കേരളത്തിലെ ആദിവാസി വിഭാഗവുമായി ബന്ധപ്പെട്ടതല്ലേ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യത്തെ ആദിവാസി കലാപം, ബ്രിട്ടീഷുകാർക്കെതിരെ ദക്ഷിണേന്ത്യയിൽ നടത്തിയ ആദ്യത്തെ ഗിരിവർഗ കലാപം എന്നൊക്കെ അറിയപ്പെടുന്നത് കുറിച്യർ കലാപം. 1812 നേതാവ് രാമനമ്പി കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പൊ അതിനോടൊപ്പം നിങ്ങൾ പഠിക്കേണ്ടത് കേരളത്തിലെ ആദിവാസി വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു 6 ടൈപ്പ് ക്വസ്റ്റ്യൻ SCRTയിലെ സ്കൂൾ ടെക്സ്റ്റ് കണ്ടന്റ് ഒന്ന് വായിച്ചു വെച്ചേക്കണം. ഒന്നുമില്ല, ഒന്നാമത്തെ പ്രത്യേകത കേരളത്തിലെ മികച്ച നെൽകർഷകർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗം ഏതാണ്? ആൻസർ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. കേരളത്തിലെ ഏറ്റവും മികച്ച നെൽകർഷകർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗം അത് കുറിച്യർ. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയറും കേരളത്തിലെ ഏറ്റവും ചെറിയ ആദിവാസി വിഭാഗം മലമലസർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയർ. ഇത് PYQ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയർ, ഏറ്റവും ചെറിയ ആദിവാസി വിഭാഗം മലമലസർ. ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ നിങ്ങളോട്. മഹാത്മാഗാന്ധിയുടെ പുസ്തകത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ ആദിവാസി വിഭാഗം ഏതാ? ചോദ്യം നിങ്ങളോടാണ്, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോടാണ്. ഒന്ന് ആൻസർ കമന്റ് ചെയ്യുക. മഹാത്മാഗാന്ധിയുടെ പുസ്തകത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ ആദിവാസി വിഭാഗത്തിന്റെ പേര് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നായാടികളാണ്. മഹാത്മാഗാന്ധിയുടെ പുസ്തകത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ ആദിവാസി വിഭാഗം നായാടികളാണ്. ഇനി രാജാവ് തലവനായ കേരളത്തിലെ ആദിവാസി വിഭാഗമാണ് ഏത്? മന്നാൻ വിഭാഗം. മന്നാൻ വിഭാഗം. ആ മന്നാൻ വിഭാഗത്തിലെ രാജാവിന്റെ പേരാണ് കോഴിമല രാജാവ്. അപ്പൊ ഇപ്പോഴത്തെ കോഴിമല രാജാവായ രാജൻ രാജമണ്ണാനാണ് 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ
പങ്കെടുത്തത് അല്ലെങ്കിൽ പരിപാടിയിൽ, റിപ്പബ്ലിക് ദിന പരേഡിലല്ല പരിപാടിയിൽ പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവിൻ്റെ പേര് രാജമണ്ണാനാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. ഈ പറയുന്ന നൊബേൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉറപ്പായും ചോദിക്കും. 2024 നൊബേൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു വസ്തുതയാണ് ഞാൻ പറഞ്ഞത്. 2024 നൊബേൽ പുരസ്കാരം 2025 പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ആണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കുക. വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ബാക്കിയുള്ള നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. ബാക്കിയുള്ള അപ്ഡേഷൻ ആണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ദെൻ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ എന്നറിയപ്പെടുന്ന മേഖല, സാഹിത്യ പുരസ്കാരങ്ങൾ എന്നറിയപ്പെടുന്ന മേഖല, ഇതൊക്കെ നമ്മൾ കവർ ചെയ്ത് പോകാൻ വേണ്ടി പോവുകയാണ്. ഇനി നമുക്ക് വേണ്ടത് സാഹിത്യ പുരസ്കാരങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നൊബേൽ പുരസ്കാരം പറഞ്ഞ സമയത്ത് ഞാൻ എടുത്തു പറഞ്ഞു 2024 നൊബേൽ പുരസ്കാരമാണ് 2025 പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ 2024 പുരസ്കാരത്തിന് കണ്ടന്റാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ പറഞ്ഞ JC ഡാനിയൽ പുരസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. JC ഡാനിയൽ പുരസ്കാരത്തിന്റെ പ്രത്യേകത കേരള സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരത്തിന്റെ പേരാണ് JC ഡാനിയൽ പുരസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊരു സാഹിത്യ പുരസ്കാരമല്ലല്ലോ, മറിച്ച് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട്, ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ഏരിയയാണ് JC ഡാനിയൽ അവാർഡ്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരം JC ഡാനിയൽ പുരസ്കാരമാണ്. അതിന്റെ പുരസ്കാര തുക 5 ലക്ഷം രൂപയാണ്. 2023 31ാമത് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ഷാജി എൻ കരുൺ, മികച്ച സംവിധായകനായ ഷാജി എൻ കരുണിനാണ് 2023 സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ അവാർഡ് ലഭിക്കുന്നത്. 2022 30ാമത് JC ഡാനിയൽ പുരസ്കാരം ലഭിക്കുന്നത് TV ചന്ദ്രനാണ്, സംവിധായകനായ TV ചന്ദ്രനാണ് 2022 30ാമത് JC ഡാനിയൽ പുരസ്കാരം ലഭിക്കുന്നത്. 31ാമത് 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഷാജി എൻ കരുണിനാണ്, സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും ചോദ്യം വരും. MD വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട വിയോഗത്തിൽ നിന്ന് ചോദ്യമുണ്ടാകും, ഷാജി എൻ കരുണുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ കണ്ടന്റുകളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് എല്ലാ ദിവസവും 2024 25 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ പത്രവാർത്തകൾ സഹിതം നമ്മൾ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടി നിങ്ങൾ വായിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ ഈ പുരസ്കാരങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. നമുക്കറിയാവുന്ന വസ്തുതയാണ്. സംസ്ഥാന സർക്കാരും കേരള സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. ഹരിവരാസനം എന്നറിയപ്പെടുന്ന ഒരു ഓഡിയോ സംവിധാനമുണ്ട്, റേഡിയോ സംവിധാനമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ പറഞ്ഞോളാം. അപ്പൊ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. 2024 ഈ പറയുന്ന ഹരിവരാസനം പുരസ്കാരം ലഭിക്കുന്നത് PK വീരമണിദാസനാണ്. അദ്ദേഹം തമിഴ് പിന്നണി ഗായകനാണ്. ഈ ഹരിവരാസനം പുരസ്കാരത്തെ പറ്റി പഠിക്കുമ്പം 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് ഹരിവരാസനം പുരസ്കാരം അല്ലെങ്കിൽ ആ പുരസ്കാര തുക, പ്രശസ്തി പത്രം ഉൾപ്പെടെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. 2025 കിട്ടുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും. 2024 ജേതാവ് PK വീരമണിദാസനാണ്. ആ പുരസ്കാരങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ 100% ഉറപ്പോടുകൂടി പഠിക്കാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഉറപ്പായും ചോദിച്ചിരിക്കും. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന 2024 പുരസ്കാരം കൊടുക്കുന്നത് 2025. അപ്പം കഴിഞ്ഞ മത്സര പരീക്ഷയിൽ 2025 എഴുത്തച്ഛൻ പുരസ്കാരം എന്നാണ് കൊടുത്തേക്കുന്നത്. 2024 പുരസ്കാരം 2025 കൊടുക്കുകയാണ്. അപ്പൊ 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതി ഏതെന്ന് ചോദിച്ചാൽ അത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. ഈ പറയുന്ന 2024 ജൂറി ചെയർമാൻ ഉണ്ട്. എഴുത്തച്ഛൻ അവാർഡ് നിർണയ ജൂറി ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് SK വസന്തന. അദ്ദേഹം 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ്. അപ്പൊ 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാ? അത് SK വസന്തനാണ്. 2024 ജേതാവ് NS മാധവനാണ്. അപ്പൊ ഈ
എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഈ പുരസ്കാരം മാത്രം പഠിച്ചാൽ പോരാ. നമ്മുടെ പരീക്ഷയിൽ നമുക്ക് എന്ത് പഠിക്കണം? ഈ പറയുന്ന NS മാധവനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. NS മാധവന് ധാരാളം കൃതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്നറിയപ്പെടുന്ന കൃതി NS മാധവൻ്റെതാണ്. ഈ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. തിരുത്തെന്നറിയപ്പെടുന്ന ഒരു കൃതിയുണ്ട്, NS മാധവന്റെ പ്രധാനപ്പെട്ട കൃതിയ, പത്മരാജൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഈ കൃതിക്ക്. ഹിഗിറ്റ, ഉറപ്പായും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായി പറഞ്ഞിരുന്നേ ഹിഗിറ്റ എന്നറിയപ്പെടുന്ന കൃതി NS മാധവന്റേതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനകൾ എന്നറിയപ്പെടുന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം രാജേഷ് രാജ്മോഹനാണ് ഈ കൃതി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അത് അദ്ദേഹം ഇങ്ങനെയല്ല, ഈ പറഞ്ഞ ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന നോവല് അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെയാ? ലിത്തനീസ് ഓഫ് ഡച്ച് ബാറ്ററി എന്ന പരിഭാഷ അല്ലെങ്കിൽ ശീർഷകത്തോടു കൂടിയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, അടുത്തത് ഉറപ്പായും ചോദിക്കുന്ന മറ്റൊരു സാഹിത്യ പുരസ്കാരമാണ് വയലാർ അവാർഡ്. 2024 48ാമത് അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് കാട്ടൂർ കടവ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2024 48ാമത് അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലാണ്. ഈ അശോകൻ ചെരുവിലിന് ധാരാളം കൃതികളുണ്ടല്ലോ. ഒന്ന് സൂര്യകാന്തികളുടെ നഗരം എന്ന കൃതി അശോകൻ ചെരുവിലിൻ്റെതാണ്. ഒരു രാത്രിക്ക് ഒരു പകൽ എന്ന കൃതി അശോകൻ ചെരുവിലിൻ്റെതാണ്. ആമസോൺ, കൽപ്പണിക്കാരൻ എന്നീ കൃതികൾ ഈ പറയുന്ന അശോകൻ ചെരുവിലിൻ്റെതാണ്. കാട്ടൂർ കടവ് എന്നറിയപ്പെടുന്ന കൃതി വളരെ ഇമ്പോർട്ടൻ്റ്. 2024 48ാമത് അവാർഡ് ജേതാവ് ആരാണ്? അശോകൻ ചെരുവിലാണ്. അപ്പൊ പരീക്ഷകൾ കയറുന്ന സമയത്ത് 48ാമത് അവാർഡ് അല്ല, 47ാമത്, അതായത് 2023 പ്രഖ്യാപിച്ച 2023 47ാമത് വയലാർ അവാർഡ് ജേതാവ് ആരെന്നാ ചോദിക്കുന്നെങ്കിൽ അതിനുത്തരം അത് ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ ആണ് ജീവിതം ഒരു പെൻഡുലം. ആ ആത്മകഥാ കൃതിക്കാണ് 47ാമത് വയലാർ അവാർഡ് ലഭിക്കുന്നത്. 2022 46ാമതുണ്ട്. 46ാമത് വയലാർ അവാർഡ് ജേതാവ് S ഹരീഷാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണല്ലോ മീശ എന്നറിയപ്പെടുന്നത്. ഈ വയലാർ അവാർഡിന് സാഹിത്യ പുരസ്കാരമാണല്ലോ. 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ് വയലാർ അവാർഡിന് പുരസ്കാരമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ 2024 48ാമത് അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലാണ്. 2023 47ാമത് വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി. 2022 46ാമത് ജേതാവ് S ഹരീഷാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരളത്തിലെ മുഴുവൻ ആളുകളും പ്രാർത്ഥനയോടുകൂടി നിന്ന ഒരു സമയമാണ് വയനാട് ഉരുൾപൊട്ടൽ. അതുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്കറിയാം. ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് ഏതൊരു ദുരന്തമായിക്കോട്ടെ, അത് ഉരുൾപൊട്ടലായിക്കോട്ടെ, ട്രെയിൻ ട്രാജഡി ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ ദാരുണ സംഭവങ്ങളെല്ലാം നടക്കുമ്പം നമ്മൾ ഇതിന്റെ A to Z കാര്യങ്ങൾ പഠിക്കുന്നത് വേറൊന്നുകൊണ്ടല്ല. നമ്മൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷ ചോദ്യമിടുന്ന ചോദ്യകർത്താവ് ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം ചോദിച്ച സാഹചര്യങ്ങളുണ്ട്. ഏതെങ്കിലുമൊക്കെ ദുരന്തം നടക്കുന്ന സമയത്ത് ആ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ എണ്ണം, അല്ലെങ്കിൽ ദുരന്തം നടന്ന തീയതി, ആ ദുരന്തവുമായി ബന്ധപ്പെട്ട സൈനിക പ്രവർത്തനമുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദുരന്ത നിവാരണം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമം, ഏതെങ്കിലും ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ആ ഓപ്പറേഷൻ സഹിതം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ തന്നെ ആ ദുരന്തത്തിൽ അങ്ങേയറ്റം നമുക്ക് എന്തുണ്ട്, നഷ്ടമുണ്ട്, അല്ലെങ്കിൽ സങ്കടമുണ്ട്. ആ സങ്കടം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ കണ്ടന്റുകളെല്ലാം നിങ്ങൾ വായിക്കണം, പഠിക്കണം. വയനാട് ഉരുൾപൊട്ടൽ നടക്കുന്നത് 2024 ജൂലൈ 30 വയനാട് ജില്ലയിലെ വൈത്തിരി താലൂക്ക്, നമുക്കറിയാം വൈത്തിരി താലൂക്കിലെ മേപ്പാടി പഞ്ചായത്തിലെ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, വെള്ളാരിമല എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലെ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ചൂരൽമല, മുണ്ടക്കൈ. അവിടെയാണ് ഈ പറയുന്ന 2024 ജൂലൈ 30 വയനാട് ഉരുൾപൊട്ടലിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രഭവ കേന്ദ്രമായി കൺസിഡർ ചെയ്യുന്നത്. ഇനി ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം എന്ന് എടുത്തു ചോദിച്ചാൽ അതൊന്ന് മേപ്പാടി, പുഞ്ചിരിമട്ടം എന്നറിയപ്പെടുന്ന 2 സ്ഥലങ്ങളാണ് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഹരിത ട്രിബ്യൂണലിന്റെ ദക്ഷിണ മേഖലാ ബെഞ്ച് ഈ പറയുന്ന വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ കേസെടുക്കുകയുണ്ടായി. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ബെയിലി പാലം നിർമ്മിച്ച സൈനിക സംഘത്തിലെ മേധാവിയുടെ പേര് മേജർ സീത അശോക് ഷെൽക്യ. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ ഈ പറയുന്ന വയനാട് ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇന്ത്യൻ സൈനിക സംഘം, ഇന്ത്യൻ ആർമി
ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. അത് ബെയ്ലി പാലമാണ്. ബെയ്ലി പാലം നിർമ്മിച്ച സൈനിക സംഘത്തിലെ മേധാവിയുടെ പേര് മേജർ സീത അശോക് ഷെൽക്കെയാണ്. ഈ ബെയ്ലി പാലം നിർമ്മിച്ചത് മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പാണ്. ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പാണ് ബെയ്ലി പാലം നിർമ്മിച്ചത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത്, വയനാട് ഉരുൾപൊട്ടൽ പശ്ചാത്തലമാക്കി പ്രഭാവർമ്മ എഴുതിയ ഒരു കവിതയുണ്ട്. കവിതയുടെ പേര് ഉറ്റവർ എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ചിലപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഈ പറഞ്ഞ ആനുകാലിക സംഭവങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിൽ നിന്നോ ഒരു ചോദ്യം വന്നാൽ ഉറപ്പായിട്ടും എഴുതണം. പ്രഭാവർമ്മ എഴുതിയ കവിതയുടെ പേര് ഉറ്റവറാണ്. വയനാട് ദുരന്തം പശ്ചാത്തലമാക്കിയ കൃതിയാണ്. അടുത്തത്, ഈ പറയുന്ന വയനാട് ഉരുൾപൊട്ടൽ ഉപഗ്രഹ ചിത്രം പുറത്തുവിട്ട ബഹിരാകാശ ഏജൻസി ഏതെന്ന് ചോദിച്ചാൽ അത് ISRO ആയിരിക്കുമല്ലോ. അതിന്റെ ISRO ആണ് വയനാട് ഉരുൾപൊട്ടൽ ഉപഗ്രഹ ചിത്രം പുറത്തുവിട്ടുന്നത്. ചിത്രങ്ങൾ പകർത്തിയത് കാർട്ടോസാറ്റ് 3 ആണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട്. അടുത്തത്, നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യസാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ചോദ്യം. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ, വടക്കേ അറ്റത്ത് എന്ന് പറഞ്ഞൊക്കെ നമ്മൾ പഠിക്കുമല്ലോ, കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം തുടങ്ങുന്നത് അല്ലെങ്കിൽ നിർമ്മാണ ഉദ്ഘാടനം നടന്നത് 2015 ഡിസംബർ 5-നാണ്. ഈ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2-നാണ്. നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നത്. നരേന്ദ്രമോദിയുടെ 2 പ്രധാനപ്പെട്ട കൃതികളുണ്ട്. എക്സാം വാരിയേഴ്സ്, ലെറ്റേഴ്സ് ടു മദർ. എക്സാം വാരിയേഴ്സും ലെറ്റേഴ്സ് ടു മദർ എന്നീ 2 പുസ്തകങ്ങൾ എഴുതിയത് നരേന്ദ്രമോദിയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴം കൂടിയ സ്വാഭാവിക തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞം തുറമുഖമാണ്. ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ MD അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ അത് ദിവ്യ S. അയ്യർ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പം വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കപ്പലിന്റെ പേര് MV സെൻ ഫെർണാഡോ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ കണ്ടെയ്നർ കപ്പലുണ്ട്, അത് ഷെൻഹുവ 15. രണ്ടാമത്തെ കണ്ടെയ്നർ കപ്പല് അത് ഷെൻഹുവ 29. ഇനി ഈ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതലയുള്ള കമ്പനി ഉണ്ടല്ലോ, അത് നമുക്ക് എല്ലാവർക്കും കാണാപ്പാടമാണ്. അദാനി പോർട്സ് ആണ്. ഇനി വിഴിഞ്ഞം തുറമുഖ കരാറിൽ ധാരാളം അഴിമതി ഉണ്ട് എന്ന ആരോപണത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. വിഴിഞ്ഞം തുറമുഖ കരാറിൽ അഴിമതി അന്വേഷണത്തിന് ഉത്തരവിട്ട കമ്മീഷൻ അല്ലെങ്കിൽ ആ അഴിമതി അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷന്റെ പേര് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ. അടുത്തത്, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2024 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി. ഇത് മുൻകാല വർഷ ചോദ്യമാണ്. മുൻകാല വർഷ ചോദ്യം എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ 2 മാസം 3 മാസം മുമ്പ് നടത്തിയ പരീക്ഷയിലെ ചോദ്യമാണ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2024 ജേതാക്കൾ അത് കാരിച്ചാൽ ചുണ്ടനാണ്. അപ്പൊ 2024 ഈ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം എന്താ? അത് നീലു എന്ന വള്ളം തുഴയുന്ന നീല പൊന്മാനാണ് രൂപകൽപ്പന ചെയ്തത്. KV ബിജിമോൾ എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ 2024 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് കിട്ടിയല്ലോ. 2ാം സ്ഥാനം വിയപുരം ചുണ്ടനാണ്. ഈ പറയുന്ന നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? പുന്നമട കായൽ. അതായത് നമ്മൾ ഈ പറഞ്ഞ വേമ്പനാട് കായലിലാണല്ലോ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ചോദിച്ചാൽ അത് ഈ പറയുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. എന്തുപേരിൽ അറിയപ്പെടുന്നത്? ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത്. പുന്നമട കായലിലാണ് നടക്കുന്നത്. വേമ്പനാട് കായലിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പുന്നമടക്കായൽ. വേമ്പനാട് കായൽ 3 ജില്ലയിലാണ് വ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, കോട്ടയം, പിന്നെ ഒരു ജില്ലയും കൂടെ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എറണാകുളം, കോട്ടയം, പിന്നെ ഒരു ജില്ലയും കൂടെ ആലപ്പുഴ. പത്തനംതിട്ട വരത്തില്ല. എറണാകുളം, കോട്ടയം, ഈ പറഞ്ഞ ആലപ്പുഴ ജില്ലയിലാണ് വേമ്പനാട് കായൽ വ്യാപിച്ചിരിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ പറഞ്ഞ കോട്ടയം ജില്ലയിലെ വൈക്കം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിന് തീരത്താണ്. മീനച്ചിലാറിന്റെ പട്ടണം കോട്ടയം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിന്റെ തീരത്താണ്. വൈക്കം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിന് തീരത്താണ്. ഇനി നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് സ്പെഡെക്സ് മിഷൻ. അതായത് വേറെ ഒന്നുമില്ല, ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ഡോക്കിംഗ് പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയാക്കിയത് 2025 ജനുവരി 16. ഈ പറയുന്ന സ്പേസ് ഡോക്കിംഗ് ദൗത്യം കൈവരിക്കുന്ന
ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ ഡോക്കിംഗ് തീയതി അല്ലെങ്കിൽ പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയാക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ സ്പെഡെക്സ് ഉപഗ്രഹങ്ങൾ അൺഡോക്ക് ചെയ്യുന്ന നിർണായക പ്രവർത്തനം ISRO പൂർത്തിയാക്കുന്നത് 2025 മാർച്ച് 13 അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ISROയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വം, ISROയുടെ പുതിയ ചെയർമാൻ ഉൾപ്പെടെയുള്ള കണ്ടന്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് വേണ്ടത് കേരളത്തിലെ പ്രധാനപ്പെട്ട നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ കേരള ഗവർണർ. നമുക്കറിയാം, ഒരു സംസ്ഥാനത്തിൻ്റെ നോമിനൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, റിയൽ എക്സിക്യൂട്ടീവ് ഉണ്ട്. രണ്ട് ചോദ്യമാണ്. ഒരു സ്റ്റേറ്റിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ റിയൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും നോമിനൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് ആ സംസ്ഥാനത്തെ ഗവർണറുമായിരിക്കും. ഒരു സംസ്ഥാനത്തെ എടുക്കുമ്പോൾ ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ എടുത്താൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ റിയൽ എക്സിക്യൂട്ടീവ് പ്രധാനമന്ത്രിയും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് നോമിനൽ എക്സിക്യൂട്ടീവ് രാഷ്ട്രപതിയുമായിരിക്കും. ഇതേ ലോജിക്കാണ്. അപ്പൊ കേരളത്തിലെ നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. കേരളത്തിലെ നിലവിലെ ഗവർണർ ഒന്ന് നോട്ട് ചെയ്തേക്കുക. പറഞ്ഞല്ലോ, ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ പ്രകാരമാണ് നമ്മൾ ഈ കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. ഏതെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് നെക്സ്റ്റ് ക്ലാസ് നമ്മൾ പറയുന്നതാണ്. അപ്പൊ നിലവിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ദെൻ കേരള ഹൈക്കോടതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു സംസ്ഥാനത്തിന്റെ പരമോന്നത കോടതി, എന്ന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി എന്നറിയപ്പെടുന്നത് ഹൈക്കോടതിയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഇപ്പൊ ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതി, ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന കോടതി എന്നറിയപ്പെടുന്നത് ഹൈക്കോടതി. അപ്പൊ കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ ആണ്. 39ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുകർ ജാംദർ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ദെൻ കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി A ജയതിലക, ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ നമുക്കിത് അറിയാവുന്നതാണ്, ശാരദാ മുരളീധരനെ പറ്റി അറിയാം. അപ്പൊ കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി A ജയതിലക ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. ദെൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ എന്നോ സംസ്ഥാന അതിർത്തി പുനർനിർണയ കമ്മീഷൻ ചെയർമാൻ എന്നോ ചോദിച്ചാൽ അതിനുത്തരം A ഷാജഹാനാണ്. രണ്ടും രണ്ട് ആൻസർ ആണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ ഉണ്ട്, അതുകൂടാതെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഉണ്ട്. രണ്ടും രണ്ട് ആൻസറാണ്. അപ്പൊ നമുക്ക് വേണ്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ അല്ലെങ്കിൽ സംസ്ഥാന അതിർത്തി പുനർനിർണയ കമ്മീഷൻ ചെയർമാൻ, രണ്ടും ഒരാൾ തന്നെ A ഷാജഹാൻ. ദെൻ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരും ചോദിച്ചാൽ അത് V ഹരിനായർ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാ? അത് A റഷീദാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P സതീദേവിയാണ്. വീണ്ടും ആവർത്തിക്കുന്നു, മാറുന്ന സമയത്ത് മാറ്റി ഉറപ്പായും അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ നിലവിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P സതീദേവിയാണ്. ദെൻ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ ആണ്. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരനാണ്. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജറാണ്. ഇത് PYQ ആണ്. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ. അടുത്തത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, നമുക്ക് എല്ലാവരും അറിയാവുന്ന വസ്തുതയാണ്. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. UPSC എന്നറിയപ്പെടുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടല്ലോ, ആ UPSCക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷൻ ഉണ്ട്. എന്താണ്? ഇന്ത്യൻ മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് UPSC. 3 കാവൽക്കാരന്മാരെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് അത് സുപ്രീം കോടതി. ഇന്ത്യൻ മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് UPSC. ഇന്ത്യൻ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് അത് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. എല്ലാം കൂടെ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. അപ്പൊ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ MR ബൈജു ആണ്. അടുത്തത് കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ അത് രത്തൻ U ഗേൽക്കർ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത് കേരള അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണ കുറുപ്പാണ്. സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാന്റെ പേര് CK അബ്ദുൾ റഹീം എന്നാണ്. ദെൻ 7ാമത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 7ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ
KN ഹരിലാലാണ്. ഇത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് പറയുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ K സച്ചിദാനന്ദനാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. അടുത്തത് കേരള ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ ജില്ലയിലാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ്. മലയാള മിഷന്റെ നിലവിലെ ഡയറക്ടർ മുരുകൻ കാട്ടാക്കടയാണ്. ദെൻ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫലി PYQ ആണ്. സംസ്ഥാന വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേരള ബാങ്ക്, ആദ്യം 13 ജില്ലാ സഹകരണ ബാങ്കുകളെ ഉള്ളായിരുന്നു കേരള ബാങ്കിൽ. പിന്നീട് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കൂടി ഉൾപ്പെടുത്തി ഇപ്പം കേരള ബാങ്കിൽ 14 ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ട്. ഇപ്പൊ കേരള ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ്, ആദ്യ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ, നിലവിലെ പ്രസിഡന്റും ഗോപി കോട്ടമുറിക്കൽ. അടുത്തത് ഈ പറയുന്ന കേരള ബാങ്കിന്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നറിയപ്പെടുന്നത് ജോർട്ടി M ചാക്കോയാണ്. ഓക്കെ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ നമുക്കറിയാം പ്രേംകുമാർ ആണ്. സംവിധായകനല്ലാത്ത ചലച്ചിത്ര അക്കാദമി ചെയർമാനായ ആദ്യ വ്യക്തിത്വമാണ് പ്രേംകുമാർ. നേരത്തെ രഞ്ജിത്തായിരുന്നു, അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ പ്രേംകുമാർ ആണ്. ദെൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ അത് KC റോസക്കുട്ടിയാണ്. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V സുനിൽകുമാർ. സംസ്ഥാന ലോകായുക്ത, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സംസ്ഥാന ലോകായുക്ത N അനിൽകുമാർ. ആസൂത്രണ ബോർഡിന്റെ നിലവിലെ ചെയർമാൻ ആരാ? അത് മുഖ്യമന്ത്രിയാ. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. പ്ലാനിംഗ് എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? പ്ലാനിംഗ് എന്ന് പറയുന്നത് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. നമ്മൾ പഠിക്കും സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പഠിക്കത്തില്ലേ? അടുത്തത് 11ാമത് ശമ്പള കമ്മീഷൻ ചെയർമാൻ K മോഹൻദാസ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ദെൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ പിണറായി വിജയനാണ്. കേരളത്തിലെ നിലവിലെ മുഖ്യമന്ത്രി. അതായത് ഒരു സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എല്ലായ്പ്പോഴും ആ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി ആയിരിക്കുമല്ലോ. അടുത്തത് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ BS മാവോജി ആണ്. ദെൻ സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ G ശശിധരനാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ ഇത്രയും കണ്ടന്റ് ആണ് നമ്മൾ ഇന്നത്തെ ഒറ്റ ക്ലാസ് കൊണ്ട് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. വീണ്ടും ആവർത്തിക്കുന്നു, 2023, 24, 25 എല്ലാ വർഷത്തെയും, ഈ 3 വർഷത്തെയും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ പ്രധാനപ്പെട്ട ഈ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും പത്രവാർത്തകൾ ഉൾപ്പെടെ PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ക്ലാസ് തുടങ്ങിയ സമയത്ത് 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു, അതിൻ്റെ ആൻസർ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 2024 നൊബേൽ പുരസ്കാരം 2025 പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. 2025 നൊബേൽ പുരസ്കാരമല്ല, 2024 നൊബേൽ പുരസ്കാര കണ്ടന്റ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.